Hi everyone, hope you are preparing for your June 2024 examination. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ലിറ്റററി തിയറിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇതിന് നമുക്ക് രണ്ട് പേർപ്പസ് ആണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കിട്ടും. സോ യു ക്യാൻ പ്രിപ്പയർ ഫോർ യുവർ എക്സാംസ്. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിൽ പല ക്വസ്റ്റ്യൻസും വേറെ പല രീതികളിലായിട്ട് നമുക്ക് എക്സാംസിന് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. So this will be basically like a brushing up of your already known things. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം NTA സിലബസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോയട്രി, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെ ജോണറിക് ഡിവിഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഒന്നാക്കുകയാണെങ്കിൽ നമുക്കൊരു NTA നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ട് മൊഡ്യൂൾസിൽ നിന്നാണ്. അതിൽ ഒന്നാമത്തേത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും രണ്ടാമത്തേത് ലിറ്റററി തിയറിയുമാണ്. ആൻഡ് ദർ ആർ സർട്ടൻ എക്സാംസ് വേർ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫോർ ലിറ്റററി തിയറി succeeded over this British literature. കാരണം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിലെ പോയട്രി, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ്, ഡ്രാമ ഈ 5 ജോണേഴ്സിൽ നിന്നായിരിക്കും കൂടുതലും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ചോദിക്കുന്നത്. തിയറി ആണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, അതുപോലെ തന്നെ എക്കോ ക്രിറ്റിസിസം, പോസ്റ്റ് കൊളോണിയൽ തിയറി, ഫെമിനിസം, സൈക്കോ അനാലിസിസ്, റീഡർ റെസ്പോൺസ്, ആർക്കിടൈപ്പൽ, ക്യോർ തിയറി ഇങ്ങനെയുള്ള തിയറീസിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. എങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം പേഴ്സണലി ആയിരിക്കാം, എങ്കിലും അത് ലിറ്റററി തിയറിയാണ് എന്നാണ് ഒരു ജനറൽ ഐഡിയ. കാരണം ലിറ്റററി തിയറിയിൽ നിന്നൊരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 15 ക്വസ്റ്റ്യൻസ് വരെയും നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സും വർക്ക്സുകളും ആ വർക്ക്സുകളെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും ഓരോ തിയറിയുടെയും ക്രിട്ടിക്കൽ പൊസിഷൻ അറിയാമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. സോ നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു മൊഡ്യൂളാണ് ലിറ്റററി തിയറി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ലിറ്റററി തിയറി നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും തിയറി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നമ്മൾ തിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ തിയറി നമ്മൾ പഠിക്കുമ്പം യു ഹാവ് ടു ഗോ ഫോർ ഈച്ച് തിയറീസ് ഇൻഡിവിജ്വലി. ആ തിയറിയുടെ ഫസ്റ്റ് അപ്പിയറൻസിനെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കണം. അതിൽ വരുന്ന മേജർ റൈറ്റേഴ്സിനെ നോക്കുക, ഈ റൈറ്റേഴ്സിൻ്റെ മേജർ വർക്ക്സുകൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അവരുടെ മേജർ കോൺസെപ്റ്റ്സുകൾ നോക്കുക, പിന്നെ ആ തിയറിനെ കുറിച്ചുള്ളൊരു ക്രിട്ടിക്കൽ പൊസിഷൻ എന്താണ് ആ തിയറി, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ബേസിക്കലി വേണം. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഈ പറയുന്ന 13-14 തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതുപോലെയുള്ള മോക്ക് ക്വസ്റ്റ്യൻസ്, റാപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മൾ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ അതിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഈസി ഫോർ അസ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ആ ഒരു കൺഫ്യൂഷനും തിയറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയും ഒക്കെ നമുക്ക് അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എനിവേ ഇന്നത്തെ വീഡിയോയിൽ what we will be doing is we will be discussing certain certain questions of literary theory. So അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യനിൽ ചിലപ്പം 4-5 റൈറ്റേഴ്സിനെ പറയുന്നുണ്ടായിരിക്കാം, 4-5 കോൺസെപ്റ്റ്സുകൾ പറയുന്നുണ്ടായിരിക്കാം, 4-5 ഇയറുകൾ വർക്ക്സുകൾ പറയുന്നുണ്ടായിരിക്കാം. അപ്പം ഇതെല്ലാം തന്നെ ഓരോ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എടുക്കണം. സോ ദെൻ you will easily get an idea about what this literary theory or how you can answer these questions. Okay, so അപ്പോൾ അങ്ങനെയാണെങ്കിൽ let's go to the first question. So first question ഒരു match the following ആണ്, where there is terms on list 1 and the writers or the theorist on the list 2 and you have to identify each with them. So അപ്പോൾ ഇവിടെ നമ്മുടെ ടേംസ് എന്ന് പറയുന്നത് we have negritude, we have feminism, interpellation and public sphere. Negritude, feminism, interpellation and public sphere. And നമുക്ക് തന്നിട്ടുള്ള തിയറിസ്റ്റുകൾ എന്ന് പറയുന്നത് we have Alice Walker, Jürgen Habermas, എയിംസ് സെസയോ ആൻഡ് ലൂയിസ് ആൽത്തൂസർ. ഈ 4 തിയറിസ്റ്റുകളാണ് നമുക്കുള്ളത്. നമുക്കിതിൽ ഓരോ ടേംസും ഒരു ബ്രീഫ് ഡിസ്കഷനിൽ നമുക്ക് പോകാം. സോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന ടേം എന്ന് പറയുന്നത് നെഗ്രിറ്റ്യൂഡ് ആണ്. നെഗ്രിറ്റ്യൂഡ് ഇന്റലക്ട് ആക്ച്വലി ഡിസ്വൗട്ട് കൊളോണിയലിസം, റേസിസം, യൂറോസെൻട്രിസം. അതായത് നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലിറ്റററി തിയറിയിലെയും ക്രിറ്റിസിസത്തിലെയും ഒരു ഫ്രെയിം വർക്ക് ആണ്. എസ്പെഷ്യലി അത് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രാങ്കോഫോൺ ഇന്റലക്ട്സ് ആണ്, അല്ലെങ്കിൽ റൈറ്റേഴ്സ്
rulers ആണ് and or else the politicians of African diaspora during the 1930s. ഇനി നെഗ്രിറ്റ്യൂഡിന്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കോൺഷ്യസ് റേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോൺഷ്യസ്നെസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആണ് ബേസിക്കലി പറയുന്ന നെഗ്രിറ്റ്യൂഡിന് ഉള്ളത്. കാരണം ബ്ലാക്കിനെ നമ്മൾ ഒരു ഇൻഫീരിയർ റേസ് ആയിട്ടാണ്, ഈവൻ ദ ബ്ലാക്സ് ബിലീവ് ദംസെൽസ് ടു ബി ഓഫ് ആൻ ഇൻഫീരിയർ റേസ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് negritude, what it does was it promoted African culture within a framework of persistent Franco-African ties. Okay, അപ്പോൾ അതാണ് നമുക്ക് നെഗ്രിറ്റ്യൂഡിൽ നമുക്ക് ആക്ച്വലി കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ വേറെ ഒരുപാട് തിയറീസിൻ്റെ ഒരു എന്താണ് ഇൻസ്പിറേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ കാണാനായിട്ട് പറ്റും. അതായത് ഇവിടുത്തെ റൈറ്റേഴ്സ്, അതായത് നെഗ്രിറ്റ്യൂഡിലുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് they were highly inspired by Marxism. സോ അതുകൊണ്ട് തന്നെ ഒരു മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫി ഒരു ബ്ലാക്ക് റാഡിക്കൽ ട്രഡീഷനിൽ വന്നാൽ എന്താണോ അതാണ് നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ റൈറ്റേഴ്സ് ദേ ഡ്രൂ ഹെവിലി ഓൺ ദിസ് സർറിയലിസ്റ്റ് ലിറ്റററി സ്റ്റൈൽ. അതുപോലെ തന്നെ ഈ ഒരു സർറിയലിസ്റ്റിക് സ്റ്റൈലിസ്റ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ വർക്ക്സിൽ കൂടുതലും പറയുന്ന ടോപ്പിക്സുകൾ അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് ഈ ഡയസ്പോറ ആവുന്നത്, ഒരാളുടെ സെൽഫ് ഐഡന്റിറ്റി, റേസിസം കാരണം റേസിസം കാരണം ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് നമുക്ക് നെഗ്രിറ്റ്യൂഡിൽ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കാരണം ഇതിൽ ഓരോ ടേമും വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ആൻഡ് ദ ടേം വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് പ്രസന്റ് സ്റ്റേറ്റ് ബൈ എയിംസ് എസർ. സോ അപ്പം ഇതിൽ നമ്മൾ വൺസ് അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ, നെഗ്രിറ്റ്യൂഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ 3 ദാറ്റ് ഈസ് എയിംസ് എസർ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഓപ്ഷൻസിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ 2 ഓപ്ഷൻസ് നമുക്ക് 3 തുടങ്ങുന്നത് കാണാം. ദാറ്റ് ഇറ്റ്സെൽഫ് ഗീവ് us a chance to answer this question. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ലിറ്റററി തിയറി. കാരണം നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറി ഭയങ്കര ഡ്രൈ ആണെന്ന് പഠിക്കാൻ പാടാണെന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പുള്ള ഏരിയ എന്ന് പറയുന്നത് തിയറിയാണ്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് വിമനിസം. So speaking about feminism was actually a term coined by Alice Walker. Feminist എന്നത് കമ്മിങ് അപ്പാർട്ട് എന്ന് പറയുന്ന 1979 ഷോർട്ട് സ്റ്റോറിയിലാണ് ആലീസ് വോക്കർ വിമനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവരുന്നത്. സോ വിമനിസ്റ്റ് തിയറി ഇറ്റ് ഈസ് ആക്ച്വലി ഡൈവേഴ്സ്. ഫെമിനിസം പോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ഫെമിനിസം ഈസ് ആക്ച്വലി എ മൂവ്മെന്റ് ലെഡ് ബൈ വൈറ്റ് വിമൻ to serve white women's goal. Okay, so these black women, they felt that the white women's goal are not theirs. Okay, or they thought that this feminism is indifferent to or even in opposition to the needs of the black women. Okay, അപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ ഫെമിനിസം ബ്ലാക്കിൻ്റെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കോയിനേജ് ആണ് വിമനിസം എന്ന് പറയുന്നത്. സോ ഫെമിനിസം ഇറ്റ് ഡസ് നോട്ട് ഇൻഹെറന്റ്ലി റെൻഡർ വൈറ്റ് വിമൻ നോൺ റേസിസ്റ്റ് വൈൽ വിമനിസം places anti-racism at its core. ഫെമിനിസത്തിൽ റേസിസം ഒരു വലിയ ഇഷ്യൂ ആയിട്ടല്ല പറയുന്നത്, എന്നാൽ വിമനിസത്തിൽ റേസിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കോർ ഇഷ്യൂ ദർ. സോ ബോത്ത് ഫെമിനിസം ആൻഡ് വിമനിസം ബോത്ത് ആർ ഫോർ ദി എംപവർമെന്റ് ഓഫ് വിമൻ. പക്ഷേ ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ എക്സിസ്റ്റൻസിൽ വരുന്ന പ്രോബ്ലംസിനെ കുറച്ചുകൂടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിമനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു വ്യൂവിൽ ദ വെരി ഡെഫിനിഷൻ ഓഫ് ദ ഫെമിനൈൻ ആൻഡ് ഫെമിനൈനിറ്റി മസ്റ്റ് ബി റീ എക്സാമിൻ ആൻഡ് കോണ്ടെക്ച്വലൈസ്ഡ്. അതാണ് വിമനിസത്തിൽ പറയുന്നത്. So the historic exclusion of black women from the broader feminist movement has resulted in 2 interpretations of women. Some feminists believe that the experience of black women will not be validated by feminists to be equal to the experience of a white woman because of the problematic way in which some feminists treated blackness throughout history. So feminism can be associated with Alice Walker.
ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇന്റർപെലേഷൻ. ഇന്റർപെലേഷൻ ഒക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇന്റർപെലേഷൻ എന്ന് പറയുന്നത് ഇൻ ആൻ ഐഡിയോളജി ആൻഡ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് apparatus, Althusser he introduces the concept of two apparatus, that is ideological state apparatus and repressive state apparatus. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന വേറൊരു ടേം ആണ് ഇന്റർപെലേഷൻ എന്ന് പറയുന്നത്. സോ interpellation, it works in a manner much like how we are given a name. So we are given a name, we turn out അല്ലെങ്കിൽ we call, I mean നമ്മളിപ്പം ഒരു സ്ട്രീറ്റിൽ വെച്ച് നമ്മുടെ പേര് നമ്മൾ വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കും. ദാറ്റ് ഈസ് ആൻ ഐഡിയോളജിക്കൽ അഡ്രസ് ഓഫ് ദി പീപ്പിൾ. അതായത് നമ്മുടെ നെയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിമിലർലി നമ്മുടെ ഐഡിയോളജിയും ഇറ്റ് അഡ്രസ്സസ് പീപ്പിൾ ആൻഡ് ഓഫർ ദം എ പർട്ടിക്കുലർ ഐഡന്റിറ്റി വിച്ച് ദേ ആർ encouraged to accept. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എന്താണ് എൻകറേജ് ചെയ്യപ്പെടുകയാണ് ഇവിടെ. അപ്പം ഈ ഒരു അക്സെപ്റ്റ് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ എന്നുള്ളത് ആ കൾച്ചറിൽ നമ്മുടെ പ്ലേസ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. സോ ഐഡിയോളജീസ് ഇറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ കൺസ്ട്രക്റ്റിംഗ് അവർ ഐഡന്റിറ്റീസ് ആൻഡ് ദെൻ ഗിവിംഗ് us എ പർട്ടിക്കുലർ റോൾ ഇൻ ദി സൊസൈറ്റി. സോ വെൻ ഐ സേ someone is fully interpellated, that means he or she has been successfully brought into accepting a certain role, okay, or that he or she has accepted that values willingly. And there are two types of ideologies, one where we internalize that ideology willingly, and the other one is by using this force, that is ideological state apparatus and repressive state apparatus. So here an idea is presented to you for you to accept it. ഓക്കെ, ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മുൻപിൽ വെക്കുമ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കും, അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു ഇന്റർപെലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഫൈനലി വി ഹാവ് ദിസ് പബ്ലിക് സ്പിയർ. പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏരിയ ഇൻ സോഷ്യൽ ലൈഫ് where individuals can come together to freely discuss and identify societal problems and through that discussion influence a political action. അതായത് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് where these ideas and information can be exchanged. ഐഡിയാസും ഇൻഫോർമേഷനും എല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ പ്ലേസിനെയാണ് നമ്മൾ പൊതുവെ പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. സോ സച്ച് എ ഡിസ്കഷൻ ഈസ് കോൾഡ് ആസ് പബ്ലിക് ഡിബേറ്റ്. അതിനെയാണ് നമ്മൾ, അതായത് ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ നമ്മളൊരു പബ്ലിക് ഡിസ്കഷനിൽ ഏർപ്പെടുമ്പം അതിനെയാണ് നമ്മൾ പബ്ലിക് ഡിബേറ്റ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രഷൻ ഓഫ് വ്യൂസ് ഓൺ മാറ്റേഴ്സ് ദാറ്റ് ആർ ഓഫ് കൺസേൺ ടു ദി പബ്ലിക്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുമല്ല, ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് പറയാണ്. ആൻഡ് എപ്പോഴും ആയിരിക്കണം എന്നില്ല, പക്ഷെ മോസ്റ്റ്ലി അതിനെ ഡൈവേർജിങ് ആയിട്ടുള്ള ഒരു വ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒപ്രസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂസ് ആയിരിക്കാം നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ പറയുന്നത്. സോ പബ്ലിക് ഡിബേറ്റ് കൂടുതലും നടക്കുന്നത് മാസ് മീഡിയയിലാണ്. ഇപ്പം നമ്മളൊരു ഈവനിങ് ഒക്കെ ആകുമ്പം നമ്മൾ ന്യൂസ് ചാനൽസ് നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നതെല്ലാം ഈ പറയുന്നൊരു പബ്ലിക് ഡിബേറ്റ് ആണ്. അത് കൂടുതലും മാസ് മീഡിയയിലാണ്. അതല്ലാതെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന മീറ്റിംഗ്സിൽ വരാം, അക്കാഡമിക് പബ്ലിക്കേഷൻസിൽ വരാം, ഗവൺമെൻറ് പോളിസി ഡോക്യുമെൻറ്റേഷനിൽ വരാം. ഇതിനെല്ലാം നമ്മൾ പബ്ലിക് സ്പിയർ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ടേം ഒറിജിനലി കോയിൻ ചെയ്യുന്നത് ജർഗൻ ഹാബർമാസ് എന്ന് പറയുന്ന ഒരു ജർഗൻ ഹാബർമാസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറാണ്. വിച്ച് ഹി ടേംഡ് ആസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൈവറ്റ് പീപ്പിൾ ഗ്യാതേർഡ് ടുഗെദർ ആസ് എ പബ്ലിക് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി വിത്ത് ദ സ്റ്റേറ്റ്. സോ ഗോയിങ് ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ, അപ്പം നമ്മൾ തിരിച്ചൊരു ക്വസ്റ്റ്യനോട്ട് വരുവാണെങ്കിൽ, വി ഹാവ് പബ്ലിക് സ്പിയർ ബൈ ജർഗൻ ഹാബർമാസ്, interpellation by Louis Althusser, Feminism by Alice Walker, and Negritude by Aimé Césaire. So Negritude by Aimé Césaire, Feminism Alice Walker, interpellation Althusser, and public sphere Jürgen Habermas. So the correct answer is option D. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തവണ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അത് ഇൻഡിവിജ്വലി ഓരോ റൈറ്റേഴ്സിനെ വെച്ചായിരിക്കാം ചോദിക്കാം. ബിക്കോസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്, ഓൾ ദീസ് ടേംസ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി.
Now, moving on to the next question. ഇവിടെ നമുക്കൊരു match the following questions ആണ് where the works have to be matched with the authors. അപ്പോൾ ഇവിടുത്തെ വർക്ക്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ we have image, music, text, why Marx was right, the mirror and the lamp, culture and society. And the authors in the list M.H. Abrams, Raymond Williams, Roland Barthes, ടെറി ഈഗിൾട്ടൺ. ഈ 4 ഓതേഴ്സും ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും ലിറ്റററി തിയറിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് നൗ യു ഹാവ് ടു അറേഞ്ച് ദ വർക്ക്സ് വിത്ത് ദി ഓതേഴ്സ്. നമുക്കൊന്നും കൂടി ഈ വർക്ക്സുകളെല്ലാം എടുക്കാം, കാരണം വേറൊരു ടൈമിൽ വേറൊരു രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതിൽ ഇമേജ് മ്യൂസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് റോളൻ ബാത്തിന്റെ ഒരു എസ്സേ ആണ്. ഇറ്റ്സ് അബൌട്ട് ദി അനാലിസിസ് ഓഫ് നറേറ്റീവ്സ് ആൻഡ് ഇഷ്യൂസ് ഓൺ ദിസ് ലിറ്റററി തിയറി, സെമിയോട്ടിക്സ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് ഫിലിം, പ്രാക്ടീസ് ഓഫ് മ്യൂസിക് ആൻഡ് വോയിസ്, അതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ ഒരു എസ്സേ ആണ് ഇമേജ് മ്യൂസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ അടുത്ത വർക്ക് വൈ മാർക്സ് വാസ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു 2011 നോൺ ഫിക്ഷൻ തിയറിറ്റിക്കൽ വർക്കാണ് ടെറി ഈഗിൾട്ടന്റെ, ഇൻ വിച്ച് ഹി സ്പീക്സ് അബൌട്ട് കാൾ മാർക്സ് ആൻഡ് അബൌട്ട് മാർക്സിസം ഓഫ് ദിസ് അബൌട്ട് ദ സ്കൂൾ ഓഫ് തോട്ട് കോൾ മാർക്സിസം. സോ 2011 നിന്നുകൊണ്ടുള്ള മാർക്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വർക്കാണ് വൈ മാർക്സ് വാസ് റൈറ്റ് എന്ന് പറയുന്നത്. Moving on, The Mirror and the Lamp, Romantic Theory and the Critical Tradition. ഇതൊരു 1953 വർക്കാണ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് M.H. എബ്രാംസിന്റെ വർക്കാണ്. ഓക്കെ, The Mirror and the Lamp, Romantic Theory and the Critical Tradition. അപ്പോൾ ഇതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുക, ഇതിന്റെ റൈറ്ററിനെ നോക്കുക, ഇതിന്റെ സബ് ടൈറ്റിൽ നോക്കുക. സോ മിറർ ആൻഡ് ദ ലാമ്പ്, റൊമാൻറ്റിക് തിയറി ആൻഡ് ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്നത് 19th and 20th century റൈറ്റേഴ്സ് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ്. ആൻഡ് ഫൈനലി കൾച്ചർ ആൻഡ് സൊസൈറ്റി. സോ കൾച്ചർ നമുക്കറിയാം, കൾച്ചർ എന്ന് പറയുന്നത് നോർമലി അസോസിയേറ്റ് ചെയ്ത് വരുന്നത് റെയ്മണ്ട് വില്യംസ് ആണ്. റെയ്മണ്ട് വില്യംസിന്റെ എല്ലാ വർക്ക്സുകളും നോക്കുക, അതിനെ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം തന്നെ ഒന്ന് നോക്കാനായിട്ട് നോക്കുക. സോ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഒരു 1958 വർക്കാണ് അബൌട്ട് ഹൗ ദി കൾച്ചർ ഓഫ് ബ്രിട്ടൻ ഗോട്ട് ഡെവലപ്ഡ് ഫ്രം ദി 18th century ടു ദി 20th century. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 4 വർക്ക്സ് എന്ന് പറയുന്നത്. Moving back to this question, so we have image music text. Image music text എന്ന് പറയുന്നത് it's written by Roland Barthes. Why Marx was right, it is written by Terry Eagleton. The Mirror and the Lamp, it's a work of M.H. Abrams. Culture and Society by Raymond Williams. So once again the correct answer is option D, Image Music Text, Roland Barthes. Why Marx was right is written by Terry Eagleton. The Mirror and the Lamp, M.H. Abrams. Culture and Society, Raymond Williams. So the correct answer is option D.
So let's look at the next question, the frontier thesis. Okay, the frontier thesis. Okay, so here the thing is that it's basically the names of certain, the concepts are given on one side. You have to arrange them, or you have to match it with the authors or theorists associated with these concepts. So in list 1, we have these the concepts of the different writers, and in list 2, we have the different theorists. So our list is the frontier thesis, the lost generation, third space, structure of feeling. Okay, the frontier thesis, the lost generation, third space, and structure of feeling. And we have the writers Raymond Williams, Homi K. Bhabha, F.J. Turner, Gertrude Stein. So speaking about this, the frontier thesis, which is also known as Turner's thesis, it's actually, it has got another name, that is American frontierism. So it's basically an argument advanced by an historian, Frederick Jackson Turner. That is why it is known as Turner's thesis. So it was set in 1893, that is settler colonial exceptionalism under the guise of American democracy was formed by the appropriation of the rugged American frontier. So he stressed the process of winning a wilderness to extend the frontier line further to US colonization, and the impact this had on pioneer culture and character. So a modern simplification describes it as an indigenous land possessing an American ingenuity that the settlers are compelled to forcibly appropriate to create a cultural identity that differs from the European ancestors. അതായത് നമ്മൾ ഫ്രോണ്ടിയർ തീസിസ് അല്ലെങ്കിൽ ടേണേഴ്സ് തീസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള വ്യക്തികൾ, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലാൻഡ് പൊസസ് ചെയ്യുന്ന, അതായത് അവർക്കുള്ള ഒരു അമേരിക്കൻ ഇൻജെന്യൂനിറ്റിയാണ്. അതായത് ഇവിടെയുള്ള സെറ്റിലേഴ്സ് അവരെന്താണ്, അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം നമ്മൾ അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, അമേരിക്കൻ ലിറ്ററേച്ചറിലെ തുടക്കകാലത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടു മൂവ് അവേ ഫ്രം ദ യൂറോപ്യൻ ആൻസിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കലി നടന്ന് അല്ലെങ്കിൽ അത് സക്സസ് ആയി വരുന്നത് ട്രാൻസെൻഡലിസത്തിലാണ്. അതിനു മുൻപ് വരെയും യു ക്യാൻ ഫൈൻഡ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദീസ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ഓവർ അമേരിക്കൻ റൈറ്റേഴ്സ്. പക്ഷേ അമേരിക്കൻസിന് അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബേസിക്കലി ദ ഫ്രോണ്ടിയർ തീസിസ് അല്ലെങ്കിൽ ടേണേഴ്സ് തീസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബൈ ഫ്രെഡറിക് ജാക്സൺ ടേണർ. സോ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ദി ലോസ്റ്റ് ജനറേഷൻ. ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ്, ഒരു കോൺസെപ്റ്റിനേക്കാൾ കൂടുതൽ. ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വേൾഡ് വാർ 1 ടൈമിൽ പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. അതായത് 1920s ലിറ്റററി റെപ്യൂട്ടേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെയാണ് നമ്മൾ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ടേം അസോസിയേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റ്സിലും തേർഡ് സ്പേസ് ഒക്കെ ഒഴിച്ച് മിക്കതും അമേരിക്കൻ ലിറ്ററേച്ചറുമായിട്ട് അസോസിയേറ്റഡ് ആണ്. തേർഡ് സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ തിയറിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വേൾഡ് വാർ 1 കാരണം ഒരു യൂത്ത് നഷ്ടപ്പെട്ടു പോയ, അതായത് ദ ഡിസ്ഓറിയന്റഡ് വാൻഡറിങ് ഡയറക്ഷൻലെസ് ഫീലിങ്സ്, അതിനെയാണ് നമ്മൾ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് ജെർട്രൂഡ് സ്റ്റെയിൻ ആണ്. when he mentions you are all a lost generation, and ഈ ഒരു റിമാർക്ക് ആദ്യമായിട്ട് ജെർട്രൂഡ് സ്റ്റെയിൻ്റെ ഒരു റിമാർക്ക് ആദ്യമായിട്ട് ലിറ്റററി വർക്കിൽ യൂസ് ചെയ്യുന്നത് ഏർണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ സൺ ഓൾസോ റൈസസിൻ്റെ എപ്പിഗ്രാഫിൽ ഈ പറയുന്ന ലോസ്റ്റ് ജനറേഷൻ എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. സോ ലോസ്റ്റ് ജനറേഷൻ പറയുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ടേംസ് എന്ന് പറയുന്നത് ഒന്ന് ജെർട്രൂഡ് സ്റ്റെയിനും രണ്ടാമത്തത് ഏർണസ്റ്റ് ഹെമിംഗ്വേയുമാണ്. ആൻഡ് ഫൈനലി ദ തേർഡ് സ്പേസ്. തേർഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ സോഷ്യോ ലിംഗ്വിസ്റ്റിക് തിയറി, തേർഡ് സ്പേസ് എന്ന് പറയുന്നത് ഹോമി കെ ബാബയുടെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഹോമി കെ ബാബയുടെ മിമിക്രി എടുത്താലും ആംബിഗ്വിറ്റി എടുത്താലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മിക്സിംഗ് അപ്പ് ഓഫ് ദി കോളനൈസർ ആൻഡ് കോളനൈസർ ആണ്, അല്ലെങ്കിൽ മിക്സിംഗ് അപ്പ് ഓഫ് കൾച്ചർ ഓഫ് ബോത്ത് ദി കോളനൈസർ ആൻഡ് ദി കോളനൈസ്ഡ് ആണ്. അതായത് ഇവിടെ പറയുന്നത് ഒരു ഡീകോളനൈസേഷൻ്റെ സമയത്ത് ഇറ്റ് ഈസ് റിയലി ഹാർഡ് ഫോർ ദ കോളനൈസ്ഡ് ടു മൂവ് അവേ ഫ്രം ഓൾ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി കോളനൈസർ. സിമിലർലി
the colonizer will also have some sort of identities matching with this colonized. അപ്പം തേർഡ് സ്പേസ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ സോഷ്യോ ലിംഗ്വിസ്റ്റിക് തിയറിയാണ്, which is normally attributed to Homi K. Bhabha. ഒരു ഹൈബ്രിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ദ തേർഡ് സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടേം വാസ് ഓൾസോ യൂസ്ഡ് ബൈ എഡ്വേർഡ് സോജ, ഹു കോൺസെപ്ച്വലൈസ് ദ ടേം വിത്തിൻ ദ സോഷ്യൽ സയൻസസ് ആൻഡ് ഫ്രം എ ക്രിട്ടിക്കൽ അർബൻ തിയറി പെർസ്പെക്റ്റീവ്. സോ ദ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്, പിന്നെ നാലാമത്തെ നമ്മുടെ ഐഡിയ ആണ്, കോൺസെപ്റ്റ് ആണ് ദ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്. ദ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത് റെയ്മണ്ട് വില്യംസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, to map out these emergent cultures. ഈ പറയുന്ന ഓരോ പുതുതായിട്ട് വരുന്ന കൾച്ചേഴ്സിനെ മാപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ദ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത്. So going back to the question, we have the frontier thesis. Frontier thesis is associated with F.J. Turner. So A goes for 3. Then the lost generation. Lost generation is the term was coined by Gertrude Stein. Okay, and then third space by Homi K. Bhabha, structure of feeling by Raymond Williams. So the correct answer is option C. Okay, the frontier thesis, F.J. Turner, the lost generation, Gertrude Stein, third space, Homi K. Bhabha, structure of feeling, Raymond Williams. So the correct answer is option C. Now moving to the next question. Here in list 1, we have critics on one side, and in list 2, we have the works on the other side. So, who are the critics given here? We have Edward Said, Terry Eagleton, Francis Mulhern, and K.M. Newton. Edward Said, Terry Eagleton, Francis Mulhern, and K.M. Newton. And the works are The Illusion of Postmodernism, Contemporary Marxist Criticism, Theory into Practices, Culture and Imperialism. Okay, just let's have a very brief look into these works. So the illusion of postmodernism. The illusion of postmodernism is actually a 1999 work by Terry Eagleton. So here, if we look on this work, it actually, Terry Eagleton, he explores the origin and also the emergence of this movement called postmodernism, about the ambivalence, about the contradictions of postmodernism, and above all, he speaks to a particular kind of student, or we can say a consumer of popular brands of postmodern thought. So that is something that you have to remember about the illusion of postmodernism. So illusion of postmodernism, Terry Eagleton, 1996. The next work is Contemporary Marxist Criticism. Contemporary Marxist Criticism is actually a work written by, the editor was Francis Mulhern in 1992. So we know that Marxism, it has got an enormous impact on literary and cultural studies, and all those interested in the fields, need to be aware of its achievements. So this is actually a collection of Marxist criticism, or it is actually a collection of the very recent Marxist literary criticism in one single volume, and the editor was Francis Mulhern, and this collection was published in the year 1992. And then the third work, we have Theory into Practices. So Theory into Practices is normally associated with K.M. Newton in 1992. So it's also an international group of contributors. They actually provided an introduction to the development and current trends and evolution of these subjects. And you can find in Theory and Practices, you can find the students of literary theory, they have been provided for by the publication of various readers in literary theory. So the relationship between literary theory and critical practice is actually still a problem to a general reader, the difference between critical practice and literary theory. So here the book, The Theory into Practices by K.M. Newton, this book brings together essays by major critics which apply theory to practice in an accessible way that would help students to students to bring this theory into practice. Okay, and also this will help in a general literary readership to gain a better understanding about literary theory. And finally, we have Culture and Imperialism. Culture and Imperialism എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ വീഡിയോസിലെല്ലാം ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. എഡ്വേർഡ് സെയ്ദിന്റെ 1993 വർക്കാണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഇൻഡിവിജ്വലി ആയിട്ടും ക്രിട്ടിക്കൽ പൊസിഷനും ഒക്കെ ആയിട്ടും എഡ്വേർഡ് സെയ്ദിന്റെ
കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് വർക്ക് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫ്രം എ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് എഡ്വേർഡ് സെയ്ദിൻ്റെ കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന്, അതുപോലെ തന്നെ എഡ്വേർഡ് സെയ്ദിൻ്റെ ഓറിയന്റലിസവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ ഇവിടെ ഇമ്പീരിയലിസവും കൾച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്പർ ഓഫ് എസ്സേസ് ആണ് കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അതായത് 18th, 19th and 20th സെഞ്ചുറിയിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് കൾച്ചർ, അതാണ് എഡ്വേർഡ് സെയ്ദിന്റെ കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുൻപ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓറിയന്റലിസത്തിൽ പറയുന്ന അതേ കാര്യങ്ങളുടെ തന്നെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് ഈ പറയുന്ന കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. Edward Said, he is the author of Culture and Imperialism. Then we have Terry Eagleton, the author of The Illusion of Postmodernism, 1996. Then we have Francis Mulhern, who can be associated with contemporary Marxist criticism. And finally, K.M. Newton. K.M. Newton is associated with the theory into practices. So the correct answer is option A. Edward Said, Culture and Imperialism. Terry Eagleton, The Illusion of Postmodernism. Francis Mulhern, Theory into Francis Mulhern, Contemporary Marxist Criticism. And K.M. Newton, Theory into Practices. So the correct answer is option A. Moving on to the next question. So we have match list 1 with list 2, where 4 movements or literary devices are given in list 1, and the list 2 is an explanation or definition of these movements. So in list 1 we have ambivalence, magic realism, abrogation and miscegenation. Okay, once again, ambivalence, magic realism, abrogation and miscegenation. And in list 2, we have a definition for these things. Rejection of a normative concept of correct or standard English, marriage or cohabitation by persons of different race, complex mix of attraction and repulsion, inclusion of fantastic or mythical elements into seemingly realistic fiction. So these are the 4 things. So let's look each concepts in detail. So we have ambivalence. So ambivalence, it's actually, if we look at the definition, we have a complex mix of attraction and repulsion. That is what we call as ambivalence. That is a simultaneous existence of conflicting emotions or attitude towards a place, object or a situation. So it involves a complex mix of, when we say, okay, it's an ambivalence, it means it is actually a contradiction. That is why we say it's a complex mix of attraction and repulsion. So it involves a complex mix of attraction and repulsion where individuals may experience both positive and negative feelings simultaneously. So that is ambivalence. Moving on to the next term, that is magic realism. So we know about magic realism. It's actually a literary genre that you can find in the case of Salman Rushdie. So magic realism, it is an inclusion of fantastic or mythical elements into seemingly realistic fiction. Okay, for example, if we take the Midnight Children, we can find that everything appears to be realistic over there, where there is a speaking about where the topic of partition is discussed, about independence is discussed, about the different governments are discussed. But the thing is that at the same time there are certain fantastic or mythical elements incorporated into it, like the long nose, the teleportic features, etc. So magic realism is actually a literary genre that combines realistic settings and everyday life with magical elements or fantastic elements seemingly integrated with the narrative. And the thing is that you don't know which one is real or not. So it blurs the boundaries between the ordinary and the extraordinary, creating a unique and often dream-like atmosphere. Okay, so that is what is called as magic realism, inclusion of fantastic or mythic elements into seemingly realistic fiction.
Now coming to the next topic, that is abrogation. Abrogation means a rejection of a normative concept of correct or standard English. Rejection of a normative concept of correct or standard English. So abrogation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ലിറ്റററി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ അബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു നോർമേറ്റീവ് ആയിട്ട് റിഗാർഡ് ചെയ്യുന്ന ഒരു കറക്റ്റ് യൂസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വേണ്ട എന്ന് വെക്കുവാണ്. അതിനെയാണ് നമ്മൾ അബ്രോഗേഷൻ എന്ന് പറയുന്നത്. അതായത് പർപ്പസ്ഫുള്ളി നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മൾ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു. അതിനെയാണ് നമ്മൾ അബ്രോഗേഷൻ എന്ന് പറയുന്നത്. സോ റിജക്ഷൻ ഓഫ് എ നോർമേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് കറക്റ്റ് ഓർ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, അതാണ് നമ്മൾ അബ്രോഗേഷൻ എന്ന് പറയുന്നത്. And finally, we have miscegenation. Miscegenation എന്ന് പറഞ്ഞാൽ it's a marriage or cohabitation by persons of different race. അതിനെയാണ് നമ്മൾ miscegenation എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നിച്ച് താമസിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം. ഈ രണ്ട് കാര്യങ്ങൾ പല റേസിലുള്ള ആളുകൾ തമ്മിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ടേമിനാണ് നമ്മൾ miscegenation എന്ന് പറയുന്നത്. അതായത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ തമ്മിൽ സംഭവിക്കുന്ന ഒരു ഇന്റർ ബ്രീഡിങ്, അതിനെയാണ് നമ്മൾ മിസ്ജനേഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോണ്ടാക്ട്സിൽ ദിസ് വാസ് ആക്ച്വലി എ ടാബു. ഇത് ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഇന്റർ റേഷ്യൽ മാരേജോ അല്ലെങ്കിൽ കൊഹാബിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. സോ ലീഗലി തന്നെ ഒരു ടേം ഈ പറയുന്ന മിസ്ജനേഷന് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നൗ അഗെയിൻ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. We have ambivalence. So ambivalence എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലെക്സ് മിക്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, അതാണ് ambivalence എന്ന് പറയുന്നത്. ഇനി we have magic realism. So magic realism എന്ന് പറയുന്നത് it can be mixed with inclusion of fantastic or mythical elements into seemingly realistic fiction. അബ്രോഗേഷൻ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് റിജക്ഷൻ ഓഫ് എ നോർമേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് കറക്റ്റ് ഓർ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. പിന്നെ മിസ്ജനേഷൻ എന്ന് പറയുന്നത് മാരേജ് അല്ലെങ്കിൽ ഓർ കൊഹാബിറ്റേഷൻ ബൈ പേഴ്സൺസ് ഓഫ് ഡിഫറെന്റ് റേസസ്. ഓക്കെ, സോ എ മാച്ചസ് വിത്ത് 3, magic realism, B matches with 4, C matches with 1 and D matches with 2. So here the correct answer is option D. Okay, now moving on to the next question. Arrange the following in the chronological order of the dates of publication. നമ്മൾ എപ്പോഴും ലിറ്റററി തിയറി പഠിക്കുമ്പം നമ്മൾ ആ ഒരു ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓർത്തിരിക്കേണ്ട കുറേ വർക്ക്സുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് റോളൻ ബാർത്തിന്റെ വർക്ക്, ബക്തിന്റെ വർക്ക്സ്, ഫൂക്കോ, അങ്ങനെയുള്ള കുറച്ച് റൈറ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള റൈറ്റേഴ്സ് ആണ്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്രോണോളജിയിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിലൊരു 2 to 3 ക്വസ്റ്റ്യൻസ് മിനിമം നമുക്ക് തിയറിയിൽ നിന്ന് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ arrange the following in the chronological order of the dates of publication. So we have Michel Foucault's The Order of Things, M.K. Gandhi's Hind Swaraj or the Indian Home Rule, Stephen Greenblatt's The Sphere, How the World Became Modern, Donna Haraway's When Species Meet, and Tony Bennett's Formalism and Marxism. ഓക്കെ, സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് ഹാവ് എ ലുക്സ് ഓൺ ദിസ് വർക്ക്. മിഷേൽ ഫൂക്കോയുടെ ഓർഡർ ഓഫ് തിങ്സ് പബ്ലിഷ് ചെയ്യുന്നത് 1966 Similarly, M.K. Gandhi, Hind Swaraj or the Indian Home Rule, it was published in Mahatma Gandhiയുടെ Hind Swaraj 1909 Stephen Greenblatt's The Sphere, How the World Became Modern, it was published in 2011. Donna Haraway's When Species Meet, it was published in 2008. And Tony Bennett's Formalism and Marxism, it was published in 1979. So നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ the first work to be published here is Mahatma Gandhi's Hind Swaraj or the Indian Home Rule, followed by Michel Foucault's The Order of Things, followed by Tony Bennett's Formalism and Marxism, and Donna Haraway's When Species Meet. Finally, Stephen Greenblatt's The Sphere, How the World Became Modern. So the correct answer is option
B. The first work is M.K. Gandhi's Hind Swaraj or the Indian Home Rule, followed by Michel Foucault's The Order of Things in 1966. And then we have Tony Bennett's Formalism and Marxism in 1979, followed by Donna Haraway's When Species Meet in 2008, and finally Stephen Greenblatt's The Swerve, How the World Became Modern in 2011. So the correct answer is option B. Okay, so the correct answer is option B. Now let's look at the next question. ഇവിടെ നമുക്ക് ലിസ്റ്റ് 1 കുറെ ടേംസും കോൺസെപ്റ്റ്സുകളുമാണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 അത് ഏത് തിയറിയുമായിട്ടാണ് ഈ കോൺസെപ്റ്റ്സുകൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ അപ്പം നമ്മൾ എപ്പോഴും തിയറി പഠിക്കുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ടത് ഓരോ റൈറ്റേഴ്സിനെ എടുക്കുക, അവരുടെ വർക്ക്സ് എടുക്കുക, കോൺസെപ്റ്റ്സ് എടുക്കുക. സോ അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഏത് റൈറ്റർ ആയിട്ടാണ് എന്ന് നമുക്കൊരു മെന്റൽ കാൽക്കുലേഷൻ വേണം. ആൻഡ് വേർ ഷുഡ് വി പുട്ട് ദിസ് റൈറ്റർ, ഏത് തിയറിയിലായിരിക്കും ഈ ഒരു റൈറ്റർ വരുന്നത്, അതാണ് നമ്മൾ ലിസ്റ്റ് 2 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് 1 ടേംസും ലിസ്റ്റ് 2 തിയറീസും എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇമാജിനറി ലിസ്റ്റ് വേണം where you associate with the writers. ഓക്കെ, സോ അപ്പം ഇതിലെ എല്ലാ തിയറീസും തന്നെ വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റുകളാണ്. വി ഹാവ് ദിസ് aporia, scapes, interpellation and mirror stage. Okay, aporia, scapes, interpellation and mirror stage. List 2 നമുക്കുള്ളത് മാർക്സിസം, psychoanalysis, deconstruction and globalization. അതാണ് നമുക്ക് ലിസ്റ്റ് 2 ഉള്ളത്. സോ ലിസ്റ്റ് 1 aporia, scapes, interpellation, mirror stage. ലിസ്റ്റ് 2 മാർക്സിസം, psychoanalysis, deconstruction and globalization. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ആ ഓപ്ഷൻസിലോട്ട് നോക്കാം. നമുക്കറിയാം അപ്പോറിയ എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്ഷന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇറ്റ്സ് എ ഫിലോസഫിക്കൽ ടേം ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മീനിങ് ഇംപാസ് ഓർ പെർപ്ലെക്സിറ്റി. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. വെൻ യു റീഡ് എ വർക്ക് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഡീകൺസ്ട്രക്ട് ഇറ്റ്, യു വിൽ ഗെറ്റ് ഇൻ ടു എ സ്റ്റേജ് വേർ ദർ ഈസ് നോ absolute meaning, or where the signifier will lead to another signification, which again turns into a signifier, so that endless signification or the deference will make you stuck, or where you are unable to find a satisfactory solution or a conclusion. That stage is what we call as aporia, a puzzle stage. So aporia, it is actually an important step in philosophical reflection, because it prompts an individual to question existing beliefs, or to challenge the assumptions, or to explore an alternative perspective. So aporia arises when a person encounters a paradox or a contradiction or a problem that seems impossible to resolve or answer. Okay, so this is actually a problem that you cannot find a conclusion. So it also plays a role in post-structuralist philosophy, as the writings of Derrida and Irigaray. So aporia, it can be associated with deconstruction or post-structuralism. Then we have the concept of scapes. So scapes, it actually gained the prominence through the writings of this geographer David Harvey, who brought this concept called spatial scapes. Okay, spatial scapes. There are other scapes like economic scapes, media scapes, techoscapes, etc. So David Harvey has this concept, spatial scapes. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ പ്രോഗ്രസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ്. അതായത് ഒരു സ്പെസിഫിക് സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഉള്ളിലുള്ള സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ പ്രോസസ്സിനെ ഓർഗനൈസ് ചെയ്യുക. ആൻഡ് ഹാർവി തന്നെ പല ടൈപ്പ് ഓഫ് സ്കേപ്സ് ഉണ്ട്. എക്കണോമിക് സ്കേപ്സ് ഉണ്ട്, മീഡിയ സ്കേപ്സ് ഉണ്ട്, ടെക്കോ സ്കേപ്സ് ഉണ്ട്. അപ്പം ഈ ഒരു സ്കേപ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സ്പേസസ് തമ്മിലുള്ള ഇന്റർപ്ലേ എങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇതിൽ എക്കണോമിക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു സ്പേഷ്യൽ ഓർഗനൈസേഷനെയാണ് റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ മീഡിയ സ്കേപ്പ് എന്ന് പറയുമ്പം ഈ മീഡിയയുടെ ഇമേജസും ഇൻഫോർമേഷനും ഒക്കെ പല ജോഗ്രഫിക് ബൗണ്ടറീസിലൂടെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ടെക്നോ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ സർക്കുലേഷനാണ്. ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ മൊത്തത്തിൽ നടക്കുന്ന ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്ലേ അല്ലെങ്കിൽ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ പൊതുവെ സ്കേപ്പ് അല്ലെങ്കിൽ സ്പേഷ്യൽ സ്കേപ്സ് എന്ന് പറയുന്നത്. അതൊരു ജോഗ്രഫിക്കൽ കോൺസെപ്റ്റ് ആണ് ഡേവിഡ് ഹാർവേയുടെ.
And then we have this interpellation നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആൽത്തൂസറിന്റെ. സോ അപ്പോൾ ആൽത്തൂസറിന്റെ ഐഡിയോളജി ആൻഡ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് അതെല്ലാം ഈ ഇന്റർപെലേഷനിൽ വരുന്ന ഒരു മേജർ കോൺസെപ്റ്റ് ആണ്. സോ അപ്പം ആൽത്തൂസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആൽത്തൂസർ പറയുന്നത് എന്താണ്, നമ്മൾ ഒരാളെ പേര് വിളിക്കുന്നത് പോലെ, ആ ഒരു പേര് വിളിക്കുമ്പം ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കുന്നു. അത് തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദാറ്റ് നെയിം ഈസ് വിത്തിൻ ഹിം. ഓക്കെ, ദാറ്റ് നെയിം ഈസ് റിലേറ്റഡ് വിത്ത് ഹിസ് ഐഡന്റിറ്റി. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഐഡിയോളജിയും. ഓക്കെ, സോ അപ്പൊ ആൽത്തൂസർ ഹി ആർഗ്യൂസ് ദാറ്റ് ഐഡിയോളജി ഓപ്പറേറ്റ്സ് ത്രൂ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ സൊസൈറ്റി. ലൈക്ക് ഫാമിലി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, മീഡിയ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് അപ്പാരറ്റസ് ദേ ഇന്റർപെലേറ്റ് ഇൻഡിവിജ്വൽസ് ബൈ അഡ്രസ്സിംഗ് ദം ആസ് സബ്ജെക്ട്സ് ആൻഡ് ഷേപ്പിംഗ് ദെയർ ബിലീഫ്സ്, വാല്യൂസ്, ബിഹേവിയേഴ്സ് എക്സെട്ര അക്കോർഡിംഗ് ടു ദിസ് ഡൊമിനന്റ് ഐഡിയോളജിക്കൽ നോംസ്. അപ്പൊ ഇന്റർപെലേഷൻ എന്ന് പറയുന്നത് it is actually a process through which individuals are called into specific social roles or identities by ideological system. So അപ്പം നമ്മളെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്റർപെലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മിറർ സ്റ്റേജ് എന്ന് പറയുന്നത് ലെക്കാന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ സൈക്കോ അനാലിസിസിൽ പഠിക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ഒരു ഇൻഫൻറ്റിൻ്റെ 2 സ്റ്റേജ്, വെൻ ഹി നോസ് ദ ലാംഗ്വേജ് ആൻഡ് വെൻ ഹി ഡസൻ നോ ദ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തുടക്കത്തിലുള്ള ഒരു ടൈമിൽ നിന്ന് ആ കുട്ടീനെ മാറ്റുന്നത് ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും തമ്മിൽ ഉള്ള ഒരു ഡിഫറൻസ് അതിന് മനസ്സിലാവുന്ന ഒരു ടൈമിലാണ്. അതായത് സെൽഫും അതറും, ആ ഡിസ്റ്റിങ്ഷനെയാണ് നമ്മൾ മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 6 to 18 months ഒരു ഇൻഫൻറ്റിന് ഒക്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. വെൻ എ ചൈൽഡ് എൻകൗണ്ടേഴ്സ് ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ in a mirror or other reflective surfaces. അപ്പോൾ ഇവിടെ ഒരു മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഏലിയനേഷൻ. അല്ലെങ്കിൽ അതായത് ഒരു കുട്ടി സെൽഫ് പെർസീവ് ചെയ്യുന്ന ഒരു സമയത്ത് ആ കുട്ടിക്ക് അത് വേറൊരാളിൽ നിന്ന് അതിനെ ഏലിയനേറ്റ് ചെയ്യുന്ന സമയവും കൂടിയാണത്. അപ്പം മിറർ സ്റ്റേജിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ, സെൽഫ് ഇമേജ്, ദ റോൾ ഓഫ് അതർ ഇൻ ഐഡൻറ്റിറ്റി, ഇതിലെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. So let's go back into the question. So again, aporia is actually a theory that is associated with Derrida. So it falls under deconstruction. Scapes is associated with globalization. Interpellation can be is mixed up with Marxism, because Marxism is the thing where it you discusses about ideology, hegemony, etc. And mirror stage is associated with psychoanalysis. So A goes for 3, B goes for 4. So and C goes for C goes for 1 and D goes for 2. Okay, so that is the correct answer. So the correct answer is option C. Okay, so the correct answer is option C. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിറ്റററി തിയറിയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. എനിക്ക് തന്നെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഫിഗർ ഔട്ട് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ജൂൺ 2024 എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുക, അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ റൈറ്റേഴ്സിനെയും എടുക്കുക, ഓരോ കോൺസെപ്റ്റ്സുകളും എടുക്കുക, ആൻഡ് അതിൽ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. അതായത് നമുക്ക് ക്രോണോളജിക്കലി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഐഡിയ നമുക്ക് വേണ്ടതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.